നമസ്കാരം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കൻ ചേർത്ത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ടും ചെയ്യാവുന്നതാണ്. ഫ്രൈഡ് റൈസ് ഒരു ചൈനീസ് വിഭവമാണെങ്കിലും നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഒരു ഇൻഡോ ചൈനീസ് രീതിയിലാണ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം 2 പേർക്ക് സെർവ് ചെയ്യാൻ ഈ റൈസ് മതിയാവും. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കുതിർക്കാനിടണം. 30 മിനിറ്റ് നേരം വെള്ളത്തിൽ ഇതിങ്ങനെ ഇട്ട് കുതിർത്തെടുക്കണം. ഇതിപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ 4 കപ്പ് വെള്ളം, ഏകദേശം 1 ലിറ്റർ വെള്ളമാണ് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുന്നത് വരെ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യുക. നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും ചേർക്കാം. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം റൈസ് കൃത്യമായ അളവിൽ വേവുക എന്നുള്ളതാണ്. ഈ അരി ഒരിക്കലും പൂർണ്ണമായിട്ടും വേവാനായി വെയിറ്റ് ചെയ്യരുത്. ഒരു 75-80% വേവാകുമ്പോൾ തന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇത് നമ്മൾ സാധാരണ ചോറുണ്ടാക്കുന്നത് പോലെ 100% വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകും. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത അരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വേവാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിമിഷ നേരം കൊണ്ട് തന്നെ ഇത് ഓവർ കുക്ക്ഡ് ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. ഇതിപ്പോൾ ഏകദേശം 80% വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം ഉടനെ തന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഈ വെള്ളത്തിൽ ഇത് അല്പനേരം കിടന്നാൽ തന്നെ കൂടുതൽ വെന്തു പോകും. വെള്ളം വാർന്നു പോകുന്നതിനായി ഞാനിവിടെ ഒരു സ്ട്രെയിനറിൽ ഇത് വെച്ചിരിക്കുകയാണ്. ഇവിടെയും ഇത് 2 മിനിറ്റ് കൂടുതൽ വെക്കരുത്. ചൂട് കുറയ്ക്കുന്നതിനായി ഉടൻ തന്നെ ഇത് 2 പ്ലേറ്റ്സിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. അതിനായിട്ട് ഫാനിൻ്റെ കീഴെ വെച്ച് ചൂട് കളഞ്ഞ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുക. കുറഞ്ഞത് 2 മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് തലേന്ന് തന്നെ റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നെക്സ്റ്റ് ഡേ അത് വെച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ്. ഇതുപോലെ കൃത്യമായ അളവിൽ വേവിച്ച് തണുപ്പിച്ചെടുത്ത റൈസിൽ ഓരോ അരിമണിയും സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ഒന്നും തന്നെ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ഇനി ഇതുപോലെ പാകപ്പെടുത്തിയെടുത്ത റൈസ് ഉപയോഗിച്ച് എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മുട്ട റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു കടായിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് 3 മുട്ട ചേർക്കുക. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക്, ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. വീണ്ടും അതേ കടായിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചൂടാക്കുക. ചൈനീസ് കുക്കിംഗ് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടിൽ വളരെ ഫാസ്റ്റായിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി അടുത്ത് വെക്കുക. ഇടയ്ക്ക് എടുക്കാൻ പോകാൻ നമുക്ക് സമയം കിട്ടില്ല. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ബൾബ് ചോപ്പ് ചെയ്ത്, അതായത് സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ള കളറിലുള്ള ചുവട് ഭാഗം ചോപ്പ് ചെയ്തത്, അത് ഏകദേശം 1/4 കപ്പോളം വേണം. ക്യാരറ്റ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്, ബീൻസ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് 2 ടേബിൾ സ്പൂൺ, ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ക്യാബേജ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. ഇനി ഇത് 1 മിനിറ്റ് നേരം ഇളക്കി സോട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ സാധാരണ ട്രഡീഷണൽ കുക്കിംഗ് പോലെ ഒരുപാട് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. നേരത്തെ പറഞ്ഞതുപോലെ ചൂട് എപ്പോഴും മാക്സിമത്തിലായിരിക്കണം വെക്കേണ്ടത്. 1 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ശേഷം ഈ പീമോട്ട ചേർത്തതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി മിക്സഡ് ഫ്രൈഡ് റൈസ് ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ പ്രോൺസും ബീഫും ഒക്കെ ചോപ്പ് ചെയ്ത് അതുപോലെ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ സോയ് സോസ്,
2 ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസ്, അതില്ലെങ്കിൽ ചില്ലി സോസ് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന റൈസ് ചേർക്കുക. കുരുമുളക് ക്രഷ് ചെയ്തത് 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് നല്ല വൈറ്റ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം വൈറ്റ് പെപ്പർ പൗഡർ ചേർത്താലും മതി. സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തെടുത്തത് 1/4 കപ്പ്. സ്പ്രിംഗ് ഒനിയൻ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. വീണ്ടും തീ മാക്സിമത്തിലേക്ക് വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ മിക്സിങ്ങിലാണ് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ ഈ റൈസ് പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്നത് പോലെ ഈ കടായി കയ്യിലെടുത്തിട്ട് സ്പൂണൊന്നും ഉപയോഗിക്കാതെ ടോസ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലൊരു വുഡൻ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് റൈസ് പൊടിയാതെ ഇളക്കി മറിച്ചിടണം. സ്റ്റീൽ സ്പൂണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൊടിഞ്ഞു പോകാൻ സാധ്യതകളുണ്ട്. ഇടയ്ക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യം റൈസ് വേവിച്ചപ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നീട് ഉപ്പ് ചേർക്കാത്തതിന് കാരണം ചില സോയ് സോസിന് നല്ലതുപോലെ ഉപ്പുണ്ടാവും. അതുകൊണ്ട് വെജിറ്റബിൾ സോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. റൈസ് ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പ് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം ഉപ്പ് കൂടി ഇതിന് മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. എല്ലാ അരിമണികളും ഒരേ കളറിലാവുന്നത് വരെ വേണം നമ്മളിത് ഇളക്കി മിക്സ് ചെയ്യാൻ. എവിടെയെങ്കിലും റൈസ് നല്ല വൈറ്റ് കളറിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് മിക്സ് ആയില്ല എന്നാണ്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പാൻ നിറച്ച് റൈസ് ഇട്ടിട്ട് ചെയ്യാതിരിക്കുക. എപ്പോഴും ഈ കടായിയുടെ പകുതി നിറയുന്ന രീതിയിൽ റൈസ് ഇടാവൂ. നിറച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാതെ വരികയും മാത്രമല്ല റൈസ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ചില്ലി ചിക്കൻ്റെ റെസിപ്പി മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫ്രൈഡ് റൈസ് എപ്പോഴും ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അതുപോലെ തന്നെ അടച്ച് സൂക്ഷിക്കാതിരിക്കുക. അടച്ച് സൂക്ഷിച്ചാൽ ആവി തട്ടി അതിൻ്റെ ഫ്ലേവർ പോകും. ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ച ശേഷം ഹൈ ഫ്ലെയിമിൽ വളരെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് നിങ്ങൾക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.